എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് രസഗുളയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇത് വളരെ എളുപ്പമാണ് ഉണ്ടാക്കാൻ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇതിന് മെയിനായിട്ട് പാല്, പഞ്ചസാര, ചെറുനാരങ്ങ നീര് ഇത്രയേ ആവശ്യമുള്ളൂ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമ്മൾ ബേക്കറിയിൽ നിന്നൊക്കെ വാങ്ങുകയാണെങ്കിൽ ഒരുപാട് പൈസയാണ്. ഇത് വീട്ടിൽ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റും. നിങ്ങളെല്ലാവരും ഈ വീഡിയോ അവസാനം വരെ കാണണം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. നമ്മൾ രസഗുള തയ്യാറാക്കാനായിട്ട് പോവുകയാണ്. അതിനായിട്ട് ഞാനിവിടെ 1 ലിറ്റർ പാലാണ് എടുത്തേക്കുന്നത്. ഏത് തരത്തിലുള്ള പാല് വേണമെങ്കിൽ ഉപയോഗിക്കാം കേട്ടോ. മിൽമ പാലോ അതല്ലെങ്കിൽ നമുക്ക് നാട്ടിൽ നിന്ന് മേടിക്കുന്ന പാലോ ഏത് പാല് വേണമെങ്കിൽ ഉപയോഗിക്കാം. ആ പാല് 1 ലിറ്റർ പാലാണ് എടുത്തേക്കുന്നത്. ഇനി ഒന്ന് ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുക്കാം. ഈ പാലൊന്ന് തിളച്ച് കിട്ടണം കേട്ടോ. ഈ രസഗുള തയ്യാറാക്കാനായിട്ട് വളരെ എളുപ്പമാണ്. അതുപോലെ തന്നെ ഈ രസഗുള നമ്മൾ കടയിൽ നിന്ന് മേടിക്കാൻ പോവുകയാണെങ്കിൽ ഭയങ്കര വിലയാണ്. അപ്പം നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് വീട്ടിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു സ്വീറ്റാണിത്. നല്ല ടേസ്റ്റാണ് ഇതിന്. പാല് തിളയ്ക്കാനായിട്ട് തുടങ്ങിയ സമയത്ത് നമുക്കിതിലേക്ക് 3 ചെറിയ ചെറുനാരങ്ങ പിഴിഞ്ഞ നീരാണ് അത് ഒഴിച്ചു കൊടുക്കാം. വലിയ ചെറുനാരങ്ങയാണെങ്കിൽ 2 എണ്ണം മാത്രം മതി. ഇത് ചെറിയ ചെറുനാരങ്ങയായിരുന്നു കേട്ടോ, അതുകൊണ്ട് 3 എണ്ണം എടുത്തത്. ഇപ്പോൾ പാല് നന്നായിട്ട് പിരിഞ്ഞ് വന്നു തുടങ്ങി. ഞാൻ ഇതുപോലെ ഒരു സ്ട്രെയിനർ ഇവിടെ എടുത്തിട്ടുണ്ട്. അതിലേക്കൊരു കോട്ടൺ തുണി വിരിച്ചു കൊടുക്കുകയാണ്. ഈ പിരിഞ്ഞിട്ടുള്ള പാല് ഇതിലേക്ക് ഒഴിക്കുകയാണ്. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് കഴുകിയെടുക്കാം കേട്ടോ. നന്നായിട്ട് നമുക്കൊന്ന് കഴുകിയെടുക്കാം. അതിനുശേഷം നമുക്കിതൊന്ന് പിഴിഞ്ഞെടുക്കാം. വെള്ളം മുഴുവനായിട്ട് പോണ രീതിയിൽ പിഴിഞ്ഞെടുക്കണം കേട്ടോ. ഇത് നന്നായിട്ട് വൃത്തിയായിട്ട് കഴുകി നമ്മൾ പിഴിഞ്ഞെടുത്തു. ഇനി ഇത് സ്ട്രെയിനറിൽ തന്നെ വെക്കുക കേട്ടോ. അതിനുശേഷം അതിൻ്റെ മുകളിൽ ഒരു വെയിറ്റ് കയറ്റി വെക്കുക. അപ്പോൾ ഇതൊരു 30 മിനിറ്റ് നേരം ഇതുപോലെ വെള്ളം വരാനായിട്ട് വെക്കുക. 30 മിനിറ്റ് കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഇതിലത്തെ വെള്ളമൊക്കെ ഏകദേശം പോയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലത്തെ കല്ലില്ലെങ്കിൽ ഏതെങ്കിലും വെയിറ്റ് നമ്മൾ കയറ്റി വെച്ചാലും മതി കേട്ടോ. ഇത് മാറ്റി വെച്ചിട്ട് അപ്പോൾ ഇത് നന്നായിട്ട് ഇനി ഉടച്ചെടുക്കാം കേട്ടോ. ഇപ്പോൾ 1 ലിറ്റർ പാലിൽ നിന്ന് ഇത്രയാണ് കേട്ടോ നമുക്ക് കിട്ടിയേക്കണത്. പിന്നെ നന്നായിട്ട് നമുക്കിത് കുഴച്ചെടുക്കാം. അപ്പം ഇതിൽ കാണുന്ന പോലെ തന്നെ നമ്മൾ ഇങ്ങനെ വെച്ചിട്ട് വേണം കേട്ടോ കുഴച്ചെടുക്കാൻ. നമ്മളിത് ചപ്പാത്തി മാവ് കുഴച്ചെടുക്കണ പോലെ നന്നായിട്ട് കുഴച്ചെടുത്തു കേട്ടോ. ഇനി നമുക്ക് ചെറിയ ഉരുളകളാക്കിയിട്ട് എടുക്കാം. രസഗുളയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പഞ്ചസാര പാനി തയ്യാറാക്കണം. അതിനുശേഷം ഈ രസഗുളകൾ അതിലേക്ക് ഇട്ട് കൊടുക്കണം. നമുക്കിനി പഞ്ചസാര പാനി തയ്യാറാക്കാം. അതിനായിട്ട് ഒരു പാനിലേക്ക് 1/2 കപ്പ് പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇവിടെ നമുക്ക് ഇന്ന് ഒരു 8 രസഗുള മാത്രമേ കിട്ടിയിട്ടുള്ളൂ കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ 1/2 കപ്പ് എടുത്തത്. 1/2 കപ്പിന് 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുക്കാം. ഈ പഞ്ചസാര പാനി നന്നായിട്ടൊന്ന് തിളക്കട്ടെ കേട്ടോ. രസഗുള എണ്ണം കൂടുതലുണ്ടെങ്കിൽ അപ്പോൾ 1/2 കപ്പ് എന്നുള്ളത് 1 കപ്പും അതുപോലെ തന്നെ 2 കപ്പ് വെള്ളവും ചേർത്താൽ മതി. പഞ്ചസാര പാനി നന്നായിട്ട് തിളയ്ക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് കുറച്ച് കൊടുക്കാം. അതിനുശേഷം
ഈ ഉരുളകൾ ഓരോന്നായിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഏകദേശം ഇത്രേ ആവാൻ പാടുള്ളൂ കേട്ടോ ഉരുളകൾ. ഇതിലും കൂടുതൽ വലിപ്പത്തിൽ ഉണ്ടാക്കാനായിട്ട് പാടില്ല. ഇനി ഫ്ലെയിം കൂട്ടി കൊടുക്കാം. ഫ്ലെയിം കൂട്ടിയിട്ട് ഒന്ന് മൂടി വെച്ചിട്ട് വേവിക്കാം. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. രസഗുള ആയിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ പാകം എങ്ങനെ അറിയാന്ന് വെച്ചാൽ, നമ്മൾ ഇടുന്ന സമയത്ത് രസഗുള ഇതിലേക്ക് ഇടുന്ന സമയത്ത് വളരെ ചെറുതല്ലായിരുന്നു. ഇപ്പോൾ കണ്ടോ വലുതായിട്ട് വന്നിട്ടുണ്ട്. തന്നെ പൊങ്ങി വരും രസഗുള. നല്ല ടേസ്റ്റുമാണ്, വളരെ എളുപ്പമാണ്. ഈ രസഗുള ഹൈ ഫ്ലെയിമിൽ മൂടി വെച്ചിട്ട് ഒരു 5 മിനിറ്റ് നേരം കുക്ക് ചെയ്തെടുത്തതാണ്. കൂടാതെ മൂടി വെച്ചിട്ട് തന്നെ ഒരു 8 മിനിറ്റോളം മീഡിയം ഫ്ലെയിമിലും കുക്ക് ചെയ്തെടുത്തതാണ്. അതിനുശേഷമാണ് നമ്മൾ തുറന്നു വെച്ചത്. അതും ഇടയ്ക്കൊന്ന് ഇങ്ങനെ മറച്ചിട്ട് കൊടുക്കാം കേട്ടോ. നമ്മുടെ രസഗുള ഏകദേശം തയ്യാറായിട്ട് വന്നേക്കാണ്. നമുക്ക് ഫ്ലെയിം ഓഫാക്കി കൊടുക്കാം. ഒന്ന് തണുത്ത ശേഷം നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം കേട്ടോ. നമ്മൾ തണുപ്പിച്ച് കഴിക്കുന്നതാണ് ഈ രസഗുളയ്ക്ക് എപ്പോഴും കൂടുതൽ ടേസ്റ്റ്. രസഗുള ഇവിടെ തയ്യാറായിരിക്കുകയാണ്. ഇത് വളരെ ടേസ്റ്റിയാണ്. നിങ്ങൾക്ക് ഇനി ബേക്കറിയിൽ നിന്നൊന്നും പോയിട്ട് രസഗുള വാങ്ങേണ്ട ആവശ്യമില്ല. നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം. നിങ്ങൾക്ക് കൂടുതൽ വേണമെങ്കിൽ പാലിൻ്റെ അളവും പഞ്ചസാരയുടെ അളവൊക്കെ ഒന്ന് കൂടുതൽ എടുത്താൽ മതി. ഈ രസഗുള നിങ്ങൾ ഉണ്ടാക്കി നോക്കാനായിട്ട് ഒരിക്കലും മറക്കരുത്. അത്ര എളുപ്പത്തിലുള്ള ഒരു റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി നോക്കണം. അതിനുശേഷം ഫീഡ്ബാക്ക് അറിയിക്കണം. വീണ്ടും ഒരു അടിപൊളി വിഭവമായിട്ട് വരുന്നതായിരിക്കും. അതുവരേക്കും നന്ദി, നമസ്കാരം. താങ്ക് യു ഫോർ വാച്ചിങ്.